ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്ന് ഇവിടെ ഒരു ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിനായിട്ട് 2.5 കിലോ പച്ചക്കായ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കയ്യിലൊന്ന് പരട്ടണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഇത് കിട്ടും. പിന്നെ ഒരു കായ എടുത്തിട്ട് അതിൻ്റെ 3 ഭാഗത്തൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിരിക്കുക കായ 2 ഭാഗം. എന്നിട്ടൊന്ന് അടർത്തിയെടുത്താൽ വേഗം അതിൻ്റെ തൊലി ഇങ്ങനെ ഇളകി കിട്ടും. ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് ഇതാക്കിയാൽ മതി, അടർത്തിയാൽ മതി. അങ്ങനെ പൊളിഞ്ഞ് വരും. കണ്ട നന്നായി അത് പൊളിഞ്ഞ് കിട്ടും. ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് 3 ഭാഗം ഒരു കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് ചെറുതായിട്ടൊന്ന് തിരിച്ചാൽ മതി. എന്നിട്ട് ഒരു പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്, സാധാ പച്ചവെള്ളം. അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പൊന്നും ഞാൻ ഇട്ടിട്ടില്ല, അത് ഇടാറുണ്ട്, ഞാൻ ഇടാറില്ല. ഇനി ലാസ്റ്റ് മഞ്ഞപ്പൊടിയും ഉപ്പും ഒഴിക്കുമല്ലോ, അത് കാരണം ഇട്ടിട്ടില്ല. പിന്നെ വെള്ളത്തിൽ ഇട്ടാൽ കളറ് മാറുക ഒന്നുമില്ല, കറൊക്കെ പോവുകയും ചെയ്യും. അങ്ങനെ എല്ലാതും തൊലി കളഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടൊന്ന് കഴുകിയിട്ട് വാര വെച്ചാൽ മതി. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. വെള്ളത്തോടുക്കനെ ചെയ്യരുത്, കഴുകിയിട്ട് അരിപ്പ പാത്രത്തിൽ വാര വെക്കണം. പിന്നെ ഒരു ഉരുളിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ചൂടാവണം. നന്നായി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്തിടണം. ഇനി ഒരു കപ്പ് പച്ചവെള്ളം, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ഗ്രേറ്ററില്ലേ അതിലേക്ക്, അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്ന ചീകണത്. തിളച്ച എണ്ണയിലേക്കൊന്ന് ചീകിയിടുക. കണ്ടോ, ചെറുതായിട്ടൊന്ന് ചീകിയാൽ മതി, നല്ല കനത്തിൽ ചീകണ്ട. അങ്ങനെ ചീകിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് മേലെ വീണിട്ട് കട്ട പിടിക്കും, ചിലത് വേവില്ല, ഒറ്റയായിട്ട് കിട്ടണ്ടേ. അങ്ങനെ ഞാൻ 2 കായ ഇട്ടുണ്ട്. ആദ്യം കുറച്ച് ഓയിലെല്ലാം ഒഴിച്ചിട്ടോ, കുറച്ചല്ലേ ചിപ്സുള്ളൂ. ഞാൻ ചിപ്സ് ഉണ്ടാക്കണതാണ്. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമായ കാരണം ഞാനിപ്പോൾ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് എടുത്തിട്ട് ഒരു ഉറപ്പുണ്ടോ നോക്കുക. അപ്പോൾ ഉറപ്പ് വന്നാൽ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കലക്കി വെച്ച ആ വെള്ളമല്ലേ, അതൊന്ന് മുകളിൽ ഇങ്ങനെ തെളിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സൗണ്ട് ഉണ്ടാവും ഇട്ടാണ്. ആ സൗണ്ടൊക്കെ ഒന്ന് നിന്നാൽ നമുക്ക് വാരിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇടാം. ഉണ്ടാ, അപ്പോൾ നല്ലോണം ഓയിൽ പോവും അരിപ്പ പാത്രത്തിൽ കിട്ടാൻ. അങ്ങനെ അടുത്ത കായ ഞാനിതുപോലെ ചീകി ഇതാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് സെയിൽ ചെയ്യണതാണ്. യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. മിച്ചർ, മുറുക്ക്, ചിപ്സ്, പിന്നെ വേറെ ഉള്ള എണ്ണക്കടികൾ ഒക്കെ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കായും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. കായ ചിപ്സ് കുറച്ചല്ലേ ഉള്ളൂ. 3 കിലോ പച്ചക്കായക്ക് 1 കിലോ ചിപ്സ് കിട്ടും. ഏകദേശം വലിയൊരു കായ അണിച്ചെങ്കിൽ. അപ്പോൾ എല്ലാതും ഇതുപോലെ ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതായത് വേറൊരു പാത്രത്തിലേക്ക് ഇടുക, മേലെ എണ്ണ വരുമല്ലെങ്കിൽ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും.